സുകന്യ ഇന്ന് വന്നില്ലേ യമുനെ? അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് വരില്ലാന്ന് വിളിച്ചു പറഞ്ഞു. ഗോപിയോ? പുറകിലുണ്ട്. വിളിക്കണോ അമ്മേ? ഏയ് വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആഹാ, ഇതെന്താ രണ്ടാളും കൂടി രാവിലെ? അതെന്താ അമ്മേ അങ്ങനൊരു ചോദ്യം? ഞങ്ങൾക്ക് രണ്ടാൾക്കും ഏതു നേരവും ഇവിടെ വരാമെന്നാ ഞങ്ങൾ കരുതിയിരുന്നത്. അങ്ങനെ കരുതിയതിന് ഒരു തെറ്റുമില്ല രാജാറാം. എപ്പോ ഏത് സമയത്തും നിങ്ങൾക്കിവിടെ വരാം. രാവിലെ ഒരുമിച്ചുള്ള വരവ് പതിവില്ലാത്തതുകൊണ്ട് അമ്മ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, സാർ എവിടെയമ്മേ? എഴുന്നേറ്റില്ലേ? അവൻ രാവിലെ ജോഗിങ്ങിന് പോയിരിക്കാം. ശ്രീലക്ഷ്മി പോയതിനു ശേഷം വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ അമ്മേ? അമ്മയ്ക്ക് വിഷമാവാൻ വേണ്ടി ചോദിച്ചതല്ല. ഏയ്, അതൊന്നും സാരമില്ല മോളെ. ഈ കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മോള് ചോദിക്കേണ്ട ചോദ്യം തന്നെയാ അത്. ശ്രീലക്ഷ്മി ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. അവള് കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കുമ്പോ അവളുടെ മനസ്സ് കുറച്ച് ശാന്തമാകുമെന്ന് വിചാരിക്കാം. അങ്ങനെ മനസ്സമാധാനം ഇല്ലാതാകാൻ മാത്രം ശ്രീലക്ഷ്മിക്ക് എന്താ അമ്മേ ഇവിടെ അത്രയും വലിയ പ്രശ്നം? ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ശ്രീലക്ഷ്മി മനഃപൂർവ്വം ചെയ്യുന്നതാകാനാണ് സാധ്യത. അഷ്ടമിയുടെ അപഹാരം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാം. അത് കേട്ട് നമുക്ക് സ്വന്തമായിട്ട് ആശ്വസിക്കാമെന്നല്ലാതെ മനസ്സുകൊണ്ട് ഇത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്നതാണോ? എപ്പോഴും അമ്പലവും നേർച്ചകളുമായിട്ട് നടക്കുന്ന അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റൂ ഇതൊക്കെ? അതാണ് അമ്മേ ഞാൻ പറഞ്ഞത്, ശ്രീലക്ഷ്മി ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. ഞാനും രാജാറാം സാറും ഈ കുടുംബത്തിലെ കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ അമ്മയും സാറും ഒക്കെ ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ വിഷമിക്കുന്നത് കാണുമ്പോ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ തോന്നുന്നു ഇതിലും ഭേദം സാറ് മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കുന്നതായിരുന്നു നല്ലതെന്നാ. ഒറ്റയ്ക്ക് ജീവിച്ച സമാധാനം പോലും ഇപ്പൊ കിട്ടുന്നില്ല എങ്കിൽ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഇക്കാര്യത്തിൽ ഉചിതമായൊരു തീരുമാനം എടുക്കണം. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? ചില കാര്യങ്ങൾ നമ്മൾ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ജീവിതത്തിലേക്ക് വരും. അതിനെയാണ് വിധിയെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. അസ്വസ്ഥത സൃഷ്ടിച്ച കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാനല്ലേ നമുക്ക് പറ്റൂ. ഇനി വരാനിരിക്കുന്നത് എന്താണെന്നറിയാതെ അതോർത്ത് എങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും? അതുകൊണ്ട് ഈശ്വര നിശ്ചയം എന്താണോ അതുപോലെ നടക്കട്ടെ എന്ന് മാത്രം കരുതുക. ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യം സാന്ദ്ര മേഡം നല്ല വെടിപ്പായി ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് ഓവറാവുന്നുണ്ടോ എന്നൊരു സംശയം. മാത്രമല്ല, മേഡം അഭിനയിക്കേണ്ടതും അഭിനയിച്ച് ഫലിപ്പിക്കേണ്ടതും അമ്മയുടെ മുന്നിലല്ല, ശ്രീലക്ഷ്മി മേഡത്തിന്റെ മുന്നില. അപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടൂ. എനിക്കറിയാം രാജാറാം സാർ, ശ്രീലക്ഷ്മിയുമായി അടുത്ത് ബന്ധമുള്ള എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കണം. കാരണം നാളെ ഒരു സമയം ഈ നാടകം പൊളിഞ്ഞാലും രാജാറാം സാർ എന്നെ ഒറ്റപ്പെടുത്തിയാലും മറ്റുള്ളവർ എന്റെ കൂടെ നിൽക്കണമല്ലോ. അങ്ങനെ ഉണ്ടാവുമെന്നല്ല, അങ്ങനെ ഉണ്ടായാൽ ചെറിയൊരു മുൻകരുതൽ, അത്രയുള്ളൂ. കൊഴിഞ്ഞുപോയ ഇലകളെ കുറിച്ചോർത്ത്
ഒരു വൃക്ഷവും വ്യാകുലപ്പെടാറില്ല. അതുപോലെ ആവണം നമ്മളും. കൊഴിഞ്ഞു പോയതൊക്കെ പോട്ടെന്നേ, വരാനുള്ളതിനെ കുറിച്ച് മാത്രമേ ഈ സാൻഡ്ര ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ. സാറേ ചായ. താങ്ക്സ്. ഒരു മുന്നറിയിപ്പില്ലാതെ വന്നോണ്ട് നേരത്തെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ല. മുന്നറിയിപ്പ് തന്നിട്ട് വരാൻ സാറ് ഈ വീട്ടിൽ അന്യനൊന്നും അല്ലല്ലോ. നമ്മുടെ മോളുടെ ഭർത്താവല്ലേ, അല്ലേ സാറേ? ഇന്നലെ പെട്ടെന്ന് മോള് കേറി വന്നപ്പോ ഞങ്ങളൊന്ന് പേടിച്ചു പോയി. ഇനി അവിടുന്ന് പിണങ്ങി വല്ലതും വന്നതാണോന്ന്. ഇപ്പൊ സാറ് വന്നപ്പോഴാ ഒരു ആശ്വാസമായത്. പിണങ്ങിയൊന്നും വന്നതല്ല. അച്ഛന്റെ അമ്മയുടെയും കൂടെ 2 ദിവസം നിൽക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനും തടഞ്ഞില്ല. അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി. വിവാഹത്തിന് ശേഷം അങ്ങനെ ഞങ്ങൾ മാറി നിന്നിട്ടില്ലല്ലോ. വീട്ടിൽ നിന്നും പിന്നെ എന്നിൽ നിന്നും. അതാ ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നത്. അയ്യോ, അതിന് കുഴപ്പമൊന്നുമില്ല സാറേ. മോള് ഇവിടെ നിൽക്കുന്നതില് ഞങ്ങക്ക് സന്തോഷേ ഉള്ളൂ. സാറേ ഒരു മിനിറ്റ്. സരോജ ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നേ. എടീ, നമ്മുടെ മോളെ കാണാതിരിക്കാൻ സാറിന് പറ്റൂലെന്ന്. അതുകൊണ്ടാ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നതെന്ന് സാറ് പറഞ്ഞതിനർത്ഥം. അയ്യോ, ആണോ? മണ്ടത്തര, ഇനിയും നീ അവിടെ പോയി വിളമ്പരുത്. ഇല്ല. എന്താ രണ്ടാളും കൂടി ഒരു രഹസ്യം പറിച്ചു? ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കായിരുന്നു. അതെ, സാറിനെ ശ്രീമോളെ കാണാതിരിക്കാൻ പറ്റില്ലെന്നേ ശ്രീയുടെ അച്ഛൻ പറഞ്ഞു മനസ്സിലാക്കി തരുമായിരുന്നു. നേരത്തെ സാറ് പറഞ്ഞതേ ആ അർത്ഥത്തിലന്ന് മനസ്സിലായില്ലായിരുന്നു. അതിന് നിങ്ങളെന്തിനാ എന്നെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്നത്? പണ്ട് എന്നെ കാണാൻ കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി നിങ്ങൾ വന്നിട്ടില്ലേ മനുഷ്യ? പിന്നെന്താ? സരോജം, നീ അടുക്കളയിൽ ചെന്ന് വലുതുണ്ടാക്ക്. ചെല്ല്. ഏയ് സരോജമ്മ പറയട്ടെ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലേ? പറയ് സരോജമ്മ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ അന്നത്തെ ജീവിതമൊക്കെ? പറയാ സാറേ. ഈ മനുഷ്യൻ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് സൈക്കിളിൽ വന്ന് കാത്തു നിൽക്കും. ഞാൻ ഈ അച്ഛനും അമ്മയും കാണാതെ രഹസ്യമായിട്ട് ഇറങ്ങി ചെന്ന് സംസാരിച്ചിട്ടിങ്ങി പോരും. ദൂരെ ദൂരെ തേടുന്നൊരാ മുഖം ഈറന്നിലാവിലാകെയും മാതളപ്പൂമണം. പിന്നെ അമ്പലത്തിലും ബാപ്പുട്ടിക്കാടെ ചായക്കടയിലും ഒക്കെ വെച്ച് ഞങ്ങള് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു.
ഒരു ദിവസം എന്റെ അച്ഛനും അമ്മയും ഒരു കല്യാണത്തിന് പോയ ദിവസം ഈ മനുഷ്യൻ എന്റെ വീട്ടിലേക്ക് കയറി വന്നു. അതും അമ്പലത്തിൽ ഉത്സവത്തിന് വാങ്ങിയ കുറെ കരിവളയും കൊണ്ട്. സത്യം പറഞ്ഞ ഈ കുപ്പിവളകളെ അന്നേ എനിക്ക് ഇഷ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. എന്റെ കയ്യിലോട്ട് വളയിട്ട് തന്നേ തീരൂന്ന് ഈ മനുഷ്യൻ ഒരേ വാശി. അന്നത്തെ കാലല്ലേ, ബുദ്ധി ഓർക്കാത്ത പ്രായം. ഞാൻ കൈ നീട്ടിയും കൊടുത്തു. ഇട്ടോണ്ടിരിക്കണ സമയം ദേ കയറി വരുന്നു എന്റെ സരസ്വതി വല്യമ്മ. ഒരേ പൂരത്തിന് പിന്നെ അടിയായി, കരച്ചിലായി. അവസാനം കറണ്ട് ഓഫീസിലെ ലൈൻമാൻ രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചു. ഞാൻ വിടുവോ? ഈ മനുഷ്യനെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളയൊന്നു ഒറ്റ കാലം നിന്നപ്പോഴാ എന്റെ അച്ഛനുമേയും കുറച്ചെങ്കിലും ഒന്ന് അയഞ്ഞത്. സത്യം പറയാലോ രവി സാറേ, അന്ന് ഒറ്റക്കാലിൽ നിന്ന് ഇങ്ങേരെ വേണോന്ന് പറയാതെ 2 കാലിൽ നിന്ന് രാധാകൃഷ്ണൻ ചേട്ടന്റെ കൂടെ പോകേണ്ടതായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നാറുണ്ട്. അന്ന് ഈ മനുഷ്യൻ കാണിച്ച പരാക്രമം ചില്ലറയാണോ? ഒരു കൊള്ളക്കാമോ നിൽക്കുന്നു. നിനക്ക് അത്രയ്ക്ക് കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ രാധാകൃഷ്ണൻ ചേട്ടന്റെ കൂടെ അങ്ങ് പോകാമായിരുന്നില്ലേ സരോജം? ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടേ. എങ്കി ഇപ്പൊ വെള്ളസാരി എടുത്ത് നടക്കായിരുന്നു. നിന്റെ ലൈൻമാൻ രാധാകൃഷ്ണൻ ചേട്ടനെ കറണ്ട് അടിച്ച് മരിച്ചത് നീ അറിഞ്ഞില്ലേ? അങ്ങേര് ചത്താലെന്താ? ഭാര്യ നളിനിക്ക് ജോലി കിട്ടിയില്ലേ? അതെ അതെ അതെ. ഇനി ഈ പേരും പറഞ്ഞ് രണ്ടാളും വഴക്കൂടണ്ട. നല്ലൊരു റൊമാൻറ്റിക് സ്റ്റോറി എത്ര പെട്ടെന്നാ വയലൻസ് ആയത്. നീ ഇവിടെ നിൽക്കണ്ട. നിന്റെ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ അടച്ചു വെച്ചിട്ട് കടയിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. മനുഷ്യ ഞാനും സരോജം കടയിലേക്ക് പോകുമ്പോ മോളിവിടെ തനിച്ചാകൂലോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പൊ സാറ് വന്നല്ലോ. അതോർത്ത് ശ്രീടച്ചൻ വിഷമിക്കണ്ട. ഞാൻ കുറച്ചു നേരം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ദാ വരുന്നു. എന്താ ബാലമ്മ, പത്രത്തിലെ ചൂടുള്ള വാർത്തകളൊക്കെ വായിച്ച് ത്രില്ലടിച്ചിരിക്കുകയാണോ? എന്തു പറയാനാ സാന്ദ്രകുഞ്ഞെ, ഓരോ വാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ ചങ്ക് തകർന്നു പോകും. ഒരു വീട്ടിൽ താമസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷവും മനസ്സിൽ വെച്ച് നടക്കുന്നവരാ കൂടുതലും. അത് ബാലമ്മ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. ഈ വീട്ടിലുണ്ടല്ലോ അങ്ങനെ ഒരാള്. എല്ലാം ഞാൻ അറിഞ്ഞിട്ടാ വരുന്നത്. ബാലമ്മയ്ക്ക് സത്യം അറിയാലോ.
പറയ് ബാലമ്മ, ഈ കുടുംബത്തോട് ഇത്രമാത്രമൊക്കെ കാണിക്കാൻ അവർക്ക് എന്താ ചെയ്തത്? ഞാനിതാരോടും പറയാനൊന്നും പോകുന്നില്ല. ഇവിടുത്തെ അമ്മ പറഞ്ഞ ഞാനും അറിഞ്ഞത്. മുന്നിൽ നിന്ന് വെളുക്കച്ചിരിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന എന്തിനാവും? നന്ദിയും കൂറും കാണിക്കേണ്ട സ്ഥലത്ത് മനസ്സിൽ വേറൊന്ന് വെച്ച് പെരുമാറുന്നത് തെറ്റല്ലേ ബാലമ്മ? കുഞ്ഞെ, അത് ഞാൻ... എനിക്കറിയാം ബാലമ്മയ്ക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും അമ്മ പറഞ്ഞപ്പോ എനിക്ക് കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യമായി. ബാലമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ശ്രീലക്ഷ്മിയെ കുറിച്ച് ബാലമ്മയ്ക്കൊന്നും പറയാനില്ലേ? ശ്രീലക്ഷ്മി... അതെ, ഞാൻ ശ്രീലക്ഷ്മിയെ കുറിച്ചാ ഇത്രയും നേരവും സംസാരിച്ചുകൊണ്ടിരുന്നത്. മുഴുവൻ പ്രശ്നങ്ങളാണല്ലോ ബാലമ്മ. എന്തു പറയാനാ കുഞ്ഞെ? ശ്രീലക്ഷ്മി കുഞ്ഞ് വന്നു കയറിയപ്പോ മുതല് രവിക്കുഞ്ഞിനും എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഗായത്രി അമ്മയെ മനസമാധാനത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് നാളുകളേറെയായി. ചുരുക്കി പറഞ്ഞാൽ ശ്രീലക്ഷ്മി വലതുകാല് വെച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം എല്ലാവരുടെയും സമാധാനം പോയെന്നർത്ഥം. ഞാൻ ബാലമ്മയോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ കുഞ്ഞെ? ശ്രീലക്ഷ്മിക്ക് പകരം ഞാനായിരുന്നു ഈ വീട്ടിലെ രവിസാറിന്റെ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ ഇത്രയേറെ പ്രശ്നങ്ങള് ഈ വീട്ടിലുണ്ടാവുമായിരുന്നോ? ഒരു കൗതുകത്തിന് മാത്രം ഞാൻ ചോദിക്കുന്നതാ. കുഞ്ഞു ചോദിച്ച അതേ കൗതുകത്തോടെ തന്നെ ഞാൻ അതിന് ഉത്തരം തരാം. ഒരു വീട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനും ഒരു കുടുംബം തന്നെ നശിച്ചു പോകാനും ആ വീട്ടിലേക്ക് വന്നു കയറുന്ന ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. മനഃപൂർവമോ വിധിയോ ശ്രീലക്ഷ്മി കുഞ്ഞ് വന്നു കയറിയത് മുതൽ പ്രശ്നങ്ങളാ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സാന്ദ്ര കുഞ്ഞ് എത്രയോ ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കുടുംബത്തിന്റെ അന്തസ്സിനും യോജിച്ചയാള് സാന്ദ്ര കുഞ്ഞു തന്നെയാ. ഇനിയും അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? ബാലമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇഷ്ടങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ടല്ലോ കുഞ്ഞെ. ആ പരിധി കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ചെയ്യുന്നതൊക്കെ കുറ്റമാകും. ശ്രീലക്ഷ്മി കുഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോക്ക് അപകടമാണ്. സാന്ദ്ര കുഞ്ഞിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കാൻ ഏറ്റവും എളുപ്പം ഈ സമയമാണ്. എങ്ങനെയും രവിക്കുഞ്ഞിന്റെ മനസ്സിൽ ഒരിഷ്ടം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഈ കുടുംബത്തിന്റെ ഒരു അംഗമല്ല, എങ്കിലും അവര് തരുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. കുഞ്ഞ് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി ബാലമ്മ. ഗായത്രി അമ്മയുടെയും ഈ വീട്ടിലുള്ളവരുടെയും സമാധാനം തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ രവി സാറിനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ്.